ക്രിമിനൽ കേസിനെ കുറിച്ച് പരാമർശമുണ്ടായിട്ടും എന്തേ സർക്കാർ നടപടിയെടുക്കുന്നില്ല? എന്തേ 4 വർഷം DGP നടപടിയെടുത്തില്ല? എന്തേ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല? ചോദ്യങ്ങളുടെ മുന്നിൽ സർക്കാരിന് ഉത്തരമില്ല. സർക്കാർ പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വന്ന വെളിപ്പെടുത്തൽ മേൽ 23 FIR ഇട്ടു എന്ന് മാത്രമാണ് സർക്കാരിന് വിശദീകരിക്കാനുള്ളത്. സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി. വീണ്ടും സർക്കാരിന് പ്രഹരം. ഈ വിഷയം ചർച്ച ചെയ്ത മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ എത്തിയ സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ പ്രഹരം. സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി. പ്രഹരം ഏറ്റുവാങ്ങുന്നു സർക്കാർ. മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി, സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയധികം ചർച്ച ചെയ്തതും റിപ്പോർട്ടർ TV അടക്കമുള്ള റിപ്പോർട്ടർ TVയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതെന്ന് പ്രേക്ഷകർക്കറിയാം. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലും പ്രതിസന്ധിയിലുമാക്കിയിരുന്നു. മുകേഷ് MLA അടക്കമുള്ളവർക്കെതിരെയുള്ള പരാതികളും വെളിപ്പെടുത്തലുകളും മാധ്യമങ്ങളിലൂടെയാണ് വന്നത്. ആ മാധ്യമങ്ങളിലെ വിചാരണ വേണ്ട എന്ന് സർക്കാർ പറയുന്നു. സോളാർ കേസിലെ മാധ്യമങ്ങളുടെ സ്വയം നിയന്ത്രണം ബോധ്യപ്പെട്ടതാണെന്നും ഹൈക്കോടതി പറയുന്നു. സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി പറയുന്നു. സർക്കാരിന് വീണ്ടും പ്രഹരം. ഇരട്ട പ്രഹരമാണ് ഒരർത്ഥത്തിൽ സർക്കാരിനുണ്ടായിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുത്തു എന്ന ഹൈക്കോടതിയുടെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് SITയെ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അന്വേഷണം ഏൽപ്പിക്കാത്ത സർക്കാരിന് ഇതാ ഹൈക്കോടതിയുടെ നിർദ്ദേശം എത്തുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT പരിശോധിക്കട്ടെ എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം എത്തുന്നത്. റോഷിപാൽ, ഇരട്ട പ്രഹരമാണ് സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുത്തില്ല? രണ്ടാമത്തേത്, SIT ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചല്ല അന്വേഷിക്കുന്നത് എന്ന് സർക്കാർ പറയുമ്പോൾ എന്തുകൊണ്ടത് SITക്ക് അന്വേഷിച്ചുകൂടാ? SITക്ക് റിപ്പോർട്ട് കൊടുക്കൂ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി. മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന് സർക്കാർ, മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി. മാധ്യമങ്ങൾക്ക് സ്വയം നിയന്ത്രണം അറിയാമെന്നും ഹൈക്കോടതി. സർക്കാരിന്റെ പ്രഹരമാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റോഷിപാൽ, അരുൺകുമാർ, തുടർച്ചയായി സർക്കാരിന് പ്രഹരമാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് വളരെ രൂക്ഷമായ പരാമർശങ്ങൾ, വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഒന്ന്, കഴിഞ്ഞ 4.5 വർഷക്കാലമാണ് സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ നടന്ന ക്രൂര പീഡനങ്ങളുടെ തെളിവുകളടക്കം സർക്കാർ പൂഴ്ത്തിവെച്ചതെന്ന് പറയേണ്ടി വരും. ആ പൂഴ്ത്തിവെപ്പിനുള്ള പ്രഹരമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് സർക്കാരിന്മേൽ ഉണ്ടാകുന്നത്. അന്ന് 4.5 വർഷം പ്രധാനമായും സർക്കാർ ഇത് പുറത്തുവിടാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിച്ചത് അതിൽ സ്വകാര്യതയുണ്ട്, സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളാണ്, അതുകൊണ്ട് തുടർ നടപടിയില്ല, അത് അവിടെ തന്നെ ഇരുട്ടുമുറിയിൽ തന്നെ നിൽക്കട്ടെ എന്ന്. പിന്നീട് നമുക്കറിയാം, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീമിൻ്റെ നിർണായക ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമ്മൾക്ക് പുറത്തുവിടാൻ സാധിച്ചത്. ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മാധ്യമങ്ങളെപ്പോലും നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതിക്ക് മുന്നാകെ ഇപ്പോൾ സർക്കാർ വെക്കുമ്പോൾ അതുപോലും ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല. മാധ്യമങ്ങൾ കൃത്യമായി സ്വയം നിയന്ത്രിക്കുന്നത് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ പരാമർശവും. ഏതായാലും സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ 4.5 വർഷക്കാലം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിൻ്റെ കസ്റ്റോഡിയൻ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷിണി തങ്കച്ചിയാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കൈവശമാണ് ഈ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ്, തെളിവുകൾ മുഴുവൻ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്ന വലിയ ചോദ്യമുണ്ട്. അത് ഹൈക്കോടതി തന്നെ ഉയർത്തുന്നു. ആ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന്. ഏതായാലും SITക്ക് ഈ റിപ്പോർട്ട് കൈമാറാനുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നു. ഏതായാലും വലിയ തിരിച്ചടി എന്ന് പറയാതെ തുടർച്ചയായുള്ള വിമർശനങ്ങളാണ്, രൂക്ഷമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന് മേൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഏതായാലും ഇതിൽ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്ന, അതിൽ നടപടി സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ, സർക്കാർ ഉന്നയിക്കുന്ന കാരണങ്ങളൊന്നും ഹൈക്കോടതി അത് അംഗീകരിക്കുന്നില്ല. തുടർച്ചയായി ഹൈക്കോടതി ഈ കാര്യത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയും സോളാർ കേസിലെ മാധ്യമങ്ങളുടെ സ്വയം നിയന്ത്രണം അടക്കം ബോധ്യപ്പെട്ടതാണെന്ന മറുപടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മാധ്യമ വിചാരണ നിയന്ത്രിക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യത്തിന് ഹൈക്കോടതി നൽകുന്ന മറുപടിയും. മാധ്യമങ്ങൾക്ക് നിയന്ത്രിക്കേണ്ട ഒരാവശ്യവുമില്ല, അത്തരം ഉത്തരവിൻ്റെ ആവശ്യമില്ലെന്ന് ഹൈക്കോടതി കൃത്യമായി പറയുന്നുമുണ്ട്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ട് അന്വേഷണം വേണമെന്നടക്കമുള്ള പ്രതിപക്ഷത്തിൻ്റെതടക്കം ആവശ്യങ്ങൾ, അത് ഹൈക്കോടതിയിൽ ഇപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ച്
പോലീസ് മേധാവി അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം അവർ തുടർ നടപടികളിലേക്ക് പോകേണ്ടി വരും. എന്ത് നടപടി ഈ കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് ഹൈക്കോടതിയെ അറിയിക്കേണ്ടി വരും. ആ തരത്തിലുള്ള പരാമർശങ്ങൾ, ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും ഇതിൽ മുഖ്യമന്ത്രിയുടെ തന്നെ പ്രതികരണം ആവശ്യമാണ്. കാരണം മുഖ്യമന്ത്രി അടക്കം ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി നമുക്കറിയാം. അതിൽ ഹേമ കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് 1.5 മാസത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ച് 1.5 മാസത്തിന് ശേഷമാണ് ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ സർക്കാരിനോട് ഇത് സ്വകാര്യതയുണ്ട്, റിപ്പോർട്ട് പുറത്തുവിടരുത്, അതിലെ പരാമർശങ്ങൾ പുറത്തുവിടാൻ പാടില്ലെന്ന് പറയുന്നത്, അത്തരമൊരു കത്ത് നൽകുന്നത്. പിന്നീട് അന്നത്തെ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് പോൾ സമാനമായി തന്നെ ഒരു ഉത്തരവിടുകയുണ്ടായി. ഈ ഉത്തരവിൻ്റെ പിൻബലത്തിലാണ് സർക്കാർ ഈ റിപ്പോർട്ടിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത്. കൃത്യമായി ഇതിൽ കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന പരാമർശങ്ങൾ സംഗ്രഹത്തിൽ തന്നെയുണ്ട്. അപ്പോൾ മൊഴിപ്പകർപ്പുകളിൽ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ സിനിമാ മേഖലയിൽ ഈ വനിതാ സിനിമാ പ്രവർത്തകർക്കെതിരെ ഉണ്ടായെന്ന് വ്യക്തമാണ്. അത് ഹൈക്കോടതി തന്നെ ആ കാര്യം കൃത്യമായി പറയുന്നു. കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. എന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് SIT ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കേണ്ടി വരും. SITക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിന്മേൽ നടപടിയെടുക്കേണ്ടി വരും. എന്തു നടപടികളാണ് SIT എടുത്തത് എന്ന് ഹൈക്കോടതിയെ അറിയിക്കേണ്ടി വരും. SITയെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുന്നതിൽ നിന്നും ഒഴിവാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുനിന്നുള്ള വെളിപ്പെടുത്തലുകളിൽ മാത്രം അന്വേഷണത്തിന്റെ പരിധി നിശ്ചയിച്ച സർക്കാരിനേറ്റ പ്രഹരം കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നെത്തുന്ന ഈ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടി 4 വർഷമായിട്ടും ഈ സർക്കാർ അതിന്മേൽ എന്തു ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. SIT രൂപീകരിച്ചെങ്കിലും SITയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ എന്തുകൊണ്ട് പരിശോധിക്കാനായി സർക്കാർ നിയോഗിച്ചില്ല എന്നതാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന് ഉത്തരമില്ല. സർക്കാർ ആകെ വിശദീകരിക്കുന്നത് രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ 23 FIRകൾ ഇട്ടു എന്നതാണ്. രണ്ടാമത്തത്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ള വെളിപ്പെടുത്തലുകളിലെ കുറ്റകൃത്യങ്ങളിൽ മേൽ എന്താണ് സർക്കാർ നടപടിയെടുത്തത് എന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സർക്കാരിൻ്റെ അതിൽ മറുപടി ഉണ്ടായിരുന്നില്ല. സർക്കാർ അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചത് അത് കേവലം വിവരണങ്ങൾ മാത്രമാണെന്നാണ്. ഹൈക്കോടതി അതിനെ തള്ളുന്നു. ഹൈക്കോടതി പറയുന്നു അതിൽ കുറ്റകൃത്യങ്ങളുടെ പ്രഥമദൃഷ്ടിയുള്ള സൂചനയുണ്ടല്ലോ, ആ സൂചനയുണ്ട്, ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ എന്തു നടപടിയെടുത്തു DGP എന്നത് അറിയിക്കണം എന്നത് പറയുന്നു. അതിന്മേൽ ഒരു നടപടിയും എടുത്തില്ല എന്ന് സർക്കാരിന് പറയേണ്ടി വരുന്നു. SITക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കൊടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു.